ഫുട്ബോൾ നമ്മളൊരു കടലായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി, ബാഴ്സലോണ, ലിവർപൂൾ ഇതൊക്കെ ബ്ലൂ വെയിൽസ് ആയിരിക്കും ചിലപ്പോൾ. അതേപോലെ പക്ഷെ ഗ്രേറ്റ് വൈറ്റ് ഷാർക്സ് ആണ് ഈ ബോക്ക ജൂനിയേഴ്സ്, റിവർ പ്ലേറ്റ്, ഫ്ലെമിംഗോ ഇവരൊക്കെ. പക്ഷെ ഈ റിവർ പ്ലേറ്റിൻ്റെ നിന്നും ബോക്ക ജൂനിയേഴ്സിൻ്റെ നിന്നും പൈസ ഉണ്ടാക്കണ ഇപ്പൊ ഇംഗ്ലണ്ടിലത്തെ ബ്രൈറ്റൺ, ഫുള്ളം ഇതൊക്കെ കടലിന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ മത്തിയും നത്തലുമാണ്. പക്ഷെ അവര് മറ്റവരുടെ ഒന്നും പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഈ ബ്രോഡ്കാസ്റ്റ് കാരണം മാത്രം. അപ്പൊ ഈ വലിയ സൗത്ത് അമേരിക്കയിലത്തൊക്കെ വലിയ ടീമിന് ഒരു ചാൻസ് ആണ് ഇപ്പൊ എങ്ങനെയെങ്കിലും ആ ഗ്യാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി. പിന്നെ സാധ്യതകളുടെ ഇതിലേക്ക് വരികയാണെങ്കിൽ യൂറോപ്പിന് ആണ് ഇപ്പൊ യൂറോപ്പിലത്തെ ഏറ്റവും ശക്തമായ ചില ടീമുകളുണ്ട്. ചെൽസി ഉണ്ട്. ചെൽസി ഇപ്പൊ മുന്നോട്ട് പോണ ഒരു ടീമാണ്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് പക്ഷെ ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടും കൂടിയില്ല. ഇതിലത്തെ വേറെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഫോർമാറ്റിന്റെ ഒരു പ്രശ്നം 4 കൊല്ലം മുമ്പത്തെ തൊട്ടുള്ള ജയിച്ച ടീമുകളെയാണ് ഇപ്പൊ വിളിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ പല ടീമുകളും ഇപ്പൊ നല്ല ടീമുകളല്ല. ഇപ്പൊ നേരത്തെ ഞാൻ ജപ്പാനത്തെ യുറാവ റെഡ് ഡയമണ്ട്സിന്റെ കാര്യം പറഞ്ഞു. അവരിപ്പോ സാമാന്യം മോശം ടീമാണ്. അതേപോലെ ഒരു കാലത്ത് ഓസ്ട്രിയയിലത്തെ ഏറ്റവും ശക്തമായ ടീമായിരുന്ന റെഡ് ബുൾ സാൾസ്ബർഗ് ഇപ്പൊ വളരെ ദയനീയ സ്ഥിതിയിലാണ്. ചെൽസി കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കളിച്ചിട്ടില്ല ചാമ്പ്യൻസ് ലീഗിൽ. അവരുടെ ആ 2021 ചാമ്പ്യൻസ് ലീഗ് ജയിച്ച 23 കളിക്കാരിൽ ഒരാളാണ് ഇപ്പൊ അമേരിക്കയിൽ പോകാൻ പോണത്, റീസ് ജെയിംസ്. ബാക്കി എല്ലാവരും ക്ലബ്ബ് വിട്ടു അല്ലെങ്കിൽ ഇപ്പൊ വിടാൻ പോവാണ്. അപ്പൊ അത്രയും മാറ്റം വന്നിട്ടുണ്ട്. ബ്രസീലിലത്തെ ഫ്ലൂമിനൻസ് ഇവരൊന്നും പണ്ടത്തെ ടീമുകളല്ല. ഇപ്പം ഏറ്റവും നല്ല ഫോമിൽ ചില ടീമുകൾ ഇല്ലല്ലോ. അതെ, അതാണ് ഇപ്പൊ ഫോം. ഇപ്പൊ നമ്മൾ ലോകകപ്പ് നോക്കുക അല്ലെങ്കിൽ യൂറോസ് നോക്കുക, സാധാരണ അതിന്റെ ക്വാളിഫിക്കേഷൻ അതിന്റെ മുമ്പത്തെ കൊല്ലം നവംബറിൽ അവസാനിക്കുന്നു, ജൂണിൽ കളിക്കും. അപ്പൊ ഒരു 7 മാസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പൊ ആ 7 മാസം കൊണ്ട് ഒരു ടീമിന്റെ നിലവാരം അത്ര താഴാൻ പോകുന്നില്ല സാധാരണ. അപ്പൊ ഒരുവിധം ഫോമിലുള്ള ടീമുകളായിരിക്കും ഫൈനൽസിൽ കളിക്കുക. ഇപ്പൊ അതല്ല. ഇതിപ്പോ യൂറോപ്പിലത്തെ ഏറ്റവും നല്ല ടീമുകൾ ഇപ്പൊ ലിവർപൂൾ, ബാഴ്സലോണ, പി എസ് ജി കളിക്കുന്നുണ്ട്. പക്ഷെ ലിവർപൂൾ, ബാഴ്സലോണ, നാപ്പോളി 3 പ്രധാനപ്പെട്ട ലീഗ് ജയിച്ച ടീമുകൾ ഇതിലില്ല. അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമാണ്.